Good morning, everybody. Good morning. Good morning, teacher. How are you all? Good morning, teacher. How are you? Good morning, teacher. Good morning, good morning. I am fine. I am fine. Did you brush your teeth? Yes. Okay. Breakfast കഴിച്ചോ എല്ലാരും? Yeah. കഴിച്ചു അല്ലേ? കുറച്ച് കഴിച്ചിട്ടുണ്ടാവും അല്ലേ? ഇനി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എനിക്കറിയാം. Good morning, teacher. Good morning. നാസ. ഓക്കെ. നാസ അല്ല എന്നെ വിളിച്ച നുറാസ് ആയിരുന്നു വിളിച്ചത് അല്ലേ? മിസ് എന്നിപ്പോ ബസ്സിലായിരുന്നു. എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. Okay. All of you type your present where starting box. Starting box in present type cheya. Okay. Then Miss, yes. എന്റെ ടാബിനകത്ത് ഇന്നലെ എന്താ ക്ലാസ് കിട്ടുന്നില്ല. ഇന്ന് എന്റെ അച്ഛൻ ഫോണിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് പ്രസന്റ് അടിക്കാൻ പറ്റില്ല. മിസ് എന്റെ അറ്റൻഡൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാവോ? Richard Caesar, അല്ലേ? Okay. Okay. Then all of you take your say good morning. All of you take your textbook. മിസ് ഇന്ന് ഡിറ്റേഷൻ ഇല്ലേ? Okay, dictation next period ഇടുന്നതായിരിക്കും. ഡിക്റ്റേഷന്റെ കാര്യം ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പീരീഡ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് നെക്സ്റ്റ് പീരീഡ് അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഇപ്പൊ ഈ ഫസ്റ്റ് പീരീഡിന്റെ ലാസ്റ്റ് ടൈം ഒരു 5 മിനിറ്റ് മതി നമ്മൾക്ക്. ആ സമയത്ത് ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ. Which lesson you have studied? ഊക്കി മാത്ര. ഒന്ന് ബാക്കോട്ട് പോയിട്ട് നമുക്ക് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് വരാം. Okay. Can you hear me? Can you hear me? Okay. Listen. ഊക്കി പാട് പാഞ്ച് ഊക്കി മാത്ര. ആ ലെസണിൽ നമ്മൾ എന്താ പഠിച്ചത്? ഊവിന്റെ മാത്ര, ഊവിന്റെ ചിഹ്നം ചേർത്തിട്ടുള്ള വാക്കുകള്. അതുപോലെ 25-ാമത്തെ പേജിൽ എന്താണ്? സോറി, നമ്മൾ പഠിച്ചില്ല അല്ലെ? ഈ കീ മാത്രമാണ് പഠിച്ചത്. നിങ്ങൾ അന്തം വിട്ടിരിക്കുന്നതാണ് ഇപ്പൊ എനിക്ക് തോന്നി. ഈ കീ മാത്ര പാട് ച ഈ കീ മാത്ര. ഈ എന്ന അക്ഷരത്തിന്റെ സ്വരാക്ഷരത്തിന്റെ ചിഹ്നം നമ്മള് വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ഈ എന്ന അക്ഷരമല്ല ചേർക്കുന്നത്. എന്താണ്? ഈ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് ചേർക്കുന്നത്. അപ്പം ഈ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ. എങ്ങനെയാ എഴുതേണ്ടത് മനസ്സിലായില്ലേ? അപ്പം വ്യഞ്ജനാക്ഷരങ്ങളുടെ റൈറ്റ് സൈഡിലാണ് ഈ കീ മാത്ര വരുന്നത്. അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ശ്രദ്ധിച്ചിരിക്കണം. ഹിന്ദിയിലും മലയാളത്തിലായാലും അക്ഷരങ്ങളും ചിഹ്നങ്ങളും നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ കീ മാത്ര നമ്മള് വ്യഞ്ജനാക്ഷരങ്ങളുടെ റൈറ്റ് സൈഡിലാണ് ചേർക്കുന്നത്. വ്യഞ്ജനാക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? കാ മുതല് കാ വരെയുള്ള അക്ഷരങ്ങളാണ് അല്ലെ? അതില് കായുടെ കൂടെ
ക എന്ന അക്ഷരത്തിന്റെ റൈറ്റ് സൈഡിലാണ് ഈന്റെ ചിഹ്നം ചേർക്കുന്നത്. നല്ലപോലെ മനസ്സിലാകുന്ന രീതിയിലാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പം ഈയും ഈയും ഈ രണ്ട് ചിഹ്നങ്ങളും എവിടെയാണ്? ഈ കീ മാത്ര വ്യഞ്ജനാക്ഷരങ്ങളുടെ ലെഫ്റ്റ് സൈഡിലും ഈ കീ മാത്ര അക്ഷരങ്ങളുടെ റൈറ്റ് സൈഡിലുമാണ് ചേർക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ആ വാക്കുകളൊന്ന് വായിച്ച് ഞാൻ പോകാം. ഈക്ക്, മാലി, കീര, തിത്തലി, കിടുക്കി, ഡാലി, ഗീത്, നദി, സീട്ടി, മീठी, ഒരു സെക്കൻഡ്. മിസ്സേ, യെസ്, പേജ് നമ്പർ എത്രയാണ്? പേജ് നമ്പർ 20. എന്താണ്? പേജ് നമ്പർ 21. 20, 21. Okay, listen. Dali, 20, page number 20 ആണ്. Dali, Eid, Nadi, Siti, Miti, Siti, Lichi, Pani, Kiladi, Kahani, Machari, Diwali. താഴെ കൊടുത്തിരിക്കുന്ന ലിഖോ എന്താണ്? ആ ഡോട്ട് ഇട്ട അക്ഷരങ്ങളുടെ മുകളിലൂടെ നിങ്ങൾ എഴുതാൻ വേണം. കഴിഞ്ഞ ക്ലാസ് ആർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ മതി, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാം. ഫസ്റ്റ് ലെറ്റർ പി. പി എന്ന അക്ഷരം ചേർത്തിട്ടുള്ള വാക്കാണ് താഴെ കൊടുക്കുന്നത്. എന്താണ്? പപീത. ബി എന്ന അക്ഷരം കൊണ്ട് എന്താണ്? ബഗീച്ച. കി ലഡ്കി. സി ശീതൾ. നെക്സ്റ്റ് എന്തായിരുന്നു പറഞ്ഞത്? നീരാളിക്ക് ആദത്ത്. നീരാളിയുടെ ഹോബി, ഹാബിറ്റ്, അതാണ് അവിടെ പറഞ്ഞത്. then വീണ്ടും ആവർത്തിക്കണ്ടല്ലോ. പേജ് നമ്പർ 22. പേജ് നമ്പർ 22. Okay. First ശബ്ദാർത്ഥ. ബിടിയ, ബേട്ടി. ബേട്ടി means daughter. All of you listen. ആദത്ത്, ഹാബിറ്റ്. പബീത, പപ്പായ. വിശാൽ, ബഡ. എന്താണ് ബഡ എന്ന് പറഞ്ഞാൽ? ബിഗ്. മീഠ, സ്വീറ്റ്. മധുർ. നിവേദ്യ, വിനോദ്. നിവേദ്യ, sit properly. ഇവിടെ ശ്രുതിലേക്ക്. ഇതാണ് ഇന്നത്തെ ഡിറ്റേഷൻ വേർഡ്സ്. ഏതൊക്കെയാണ്? ബഗീച്ച, നിരാലി, തിത്തലി, കക്കടി, മീഠി, നാഷ്പാത്തി. നെക്സ്റ്റ് എന്താണ്? അഭ്യാസ്. ദോ ഉചിത് സ്ഥാൻ പർ ഈ की मात्रा लगाकर शब्द पूरे करें. അവിടെ ഉചിതമായ ചിഹ്നം ചേർത്തിട്ട് ആ ശബ്ദ, ആ വാക്ക് ഫിൽ ചെയ്യാം. ഫസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സീൽ. അപ്പൊ അവിടെ ഈ की മാത്ര, ഈന്റെ ചിഹ്നം എങ്ങനെയാണ്? റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വ്യഞ്ജനാക്ഷരത്തിന്റെ ചായയുടെ ഏത് സൈഡിലാണ് ഈ की മാത്ര കൊടുത്തിരിക്കുന്നത്? ശ്രദ്ധിച്ച്, റൈറ്റ് സൈഡിലാണ്, വലതുവശത്ത്. സെക്കൻഡ് തിത്തലി, ദീപക്, ലീച്ചി, ജ്ഞാനി, ചിപ്പുക്കലി. എഴുതിയതല്ലേ എല്ലാവരും? ഓക്കെ. പേജ് നമ്പർ 23. ഉചിത ശബ്ദ ലിഖിക്കർ വാക്യ പൂരേ കരം. ഹിയർ ബോക്സിനകത്ത്
കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. പബീത, പാനി, വിടിയ, കക്കടി. അവിടെ നമ്മൾ കറക്റ്റ് ആയ വാക്ക് ഇവിടെ വിട്ടുപോയ സ്ഥലത്ത് ഫിൽ ചെയ്യണം. ഫസ്റ്റ് വൺ വീരാക്കി ഏക്ക് വിടിയാഥി. സെക്കൻഡ് ഡാഷ് പത്തനീഥി. എന്താണ് അവിടെ? ആർക്ക് പറയാം? ഇഷിക. കക്കടി പത്തലീഥി. പത്തലിക്ക്. ഓക്കെ. നെക്സ്റ്റ് വഹ് കക്കടി ഖാക്കർ ഡാഷ് പീത്തി थी. ഇവിടെ പാനി. മീഠ മീഠ ഡാഷ് ക. മധുരമുള്ള എന്ത് കഴിക്കാനാ പറഞ്ഞ? പബീത. ഓക്കെ. ഇനി ആരെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാത്തവരുണ്ടാവും അല്ലെ? അറിയാം. അപ്പൊ ഹോംവർക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവിടെ ഫില്ല് ചെയ്യാം. അശ്വിനി, ഡിഡ് യു ഡു ദ ഹോംവർക്ക്? ഹോംവർക്ക് ചെയ്യാത്ത കുട്ടികളെ എനിക്ക് നന്നായിട്ട് അറിയാം. അശ്വിനി എന്നിട്ട് എനിക്ക് സെൻഡ് ചെയ്തില്ലല്ലോ ഹോംവർക്ക്. നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുകയാണ് വേണ്ട ഹോംവർക്ക്. കറക്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ അത് മിസ്സിന് അയച്ചു തരണം അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ചിത്രം കാ ഉചിത് ശബ്ദ സെ മിലാൻ കരോ. ഇവിടെ സെന്ററിൽ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. പബീത, സീട്ടി, കിടുക്കി, ഇലായജി. റൈറ്റിലും ലെഫ്റ്റിലും കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ സീട്ടി. സീട്ടി മീൻസ് വിസിൽ. സെക്കൻഡ് അല്ല, അവിടെ എക്സാമ്പിൾ തന്നത് സീട്ടി വിസിൽ. പബീത, പബീത എന്ന് പറഞ്ഞ എന്താണ്? പപ്പായ. പപ്പായ അവിടെ കണ്ടില്ലേ? അതിലോട്ട് മാച്ച് ചെയ്യാം. കിടുക്കി, കിടുക്കി എന്ന് പറഞ്ഞാല് വിൻഡോയാണ്. ഇവിടെ കാണുന്നില്ല നിങ്ങൾ? വിൻഡോ, ജനൽ. ഇലായച്ചി കാർഡമം. എന്താണ്? ഏലക്ക. അംഗ്രേജി ശബ്ദം ഇപ്പോ ഫസ്റ്റ് പാനി. പാനിയുടെ അംഗ്രേജി എന്ന് പറഞ്ഞ എന്താണ്? അംഗ്രേജി ശബ്ദം പറഞ്ഞ ഇംഗ്ലീഷ് മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷ് വേർഡ്. പാനി വാട്ടർ, പബീത പപ്പായ, മീഠ സ്വീറ്റ്, ദാദി. ദാദി എന്ന് പറഞ്ഞ ആരാണ്? ഫാദേഴ്സ് മദർ ആണ്. അതായത് പപ്പയുടെ അമ്മ. ജ്ഞാനി എന്ന് പറഞ്ഞ അമ്മയുടെ അമ്മ, മദേഴ്സ് മദർ. ദാദ എന്ന് പറഞ്ഞാൽ ഫാദേഴ്സ് ഫാദർ. ദാദി ഫാദേഴ്സ് മദർ. ജ്ഞാന മദേഴ്സ് ഫാദർ. ജ്ഞാനി മദേഴ്സ് മദർ. ഓരോരുത്തർക്കും ഓരോ പേരാ ഹിന്ദിയിൽ അല്ലെ? ദാദി എന്ന് പറഞ്ഞാല് ഫാദേഴ്സ് മദർ. അല്ലെങ്കിൽ നമ്മൾ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാലും മതി. വിശദീകരിച്ചു എന്നാണ്. ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോൾ നമുക്ക് പപ്പയുടെ അമ്മയുണ്ടാവും, അമ്മയുടെ അമ്മയുണ്ടാവും അല്ലെ? അപ്പൊ ഇവിടെ ദാദി എന്ന് പറഞ്ഞ ഗ്രാൻഡ് മദർ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ശരിക്കും ദാദി എന്ന് പറഞ്ഞ ഫാദേഴ്സ് മദറിനാണ് ദാദി എന്ന് പറയാം. പപ്പയുടെ അമ്മ അല്ലെങ്കിൽ അച്ഛന്റെ അമ്മ. നെക്സ്റ്റ് ഏക് യാ ദോ ശബ്ദോമേ ഉത്തർ ലിഖോ. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന്റെ എക്സാം ഉണ്ടാവും, ഒരു ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. എപ്പോഴാണെന്നറിയോ? ടുഡേ. ഇന്ന് വേണ്ട അല്ലെ? ഇന്ന് വേണ്ട. മിസ് പറയാം, ഡേറ്റ് അറിയിക്കാം. ഓക്കെ. അല്ലെങ്കിൽ നെക്സ്റ്റ് പീരീഡ് ആയാലോ? വേണോ? വേണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പീരീഡ് ഇടാം. നെക്സ്റ്റ് പീരീഡ് നമ്മൾക്ക് ഡിക്റ്റേഷനും ഈ ക്വസ്റ്റ്യൻ ആൻസറും ഇംഗ്ലീഷ് വേർഡ് എഴുതാനുണ്ട്. അതുപോലെ ശബ്ദാർത്ഥം ഇംഗ്ലീഷ് വേർഡും രണ്ടും കുഴപ്പമില്ല. അത് രണ്ടും ഏതായാലും ഇംഗ്ലീഷ് വേർഡ് എഴുതാൻ തന്നെയാണ്. ആ ശബ്ദാർത്ഥ അംഗ്രേജി ശബ്ദലിഖോ ഈ വാക്കുകൾ തന്നെ അവിടെയും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് നെക്സ്റ്റ് പീരീഡ് എക്സാം വരുന്നത്? ഫസ്റ്റ് ഡിക്റ്റേഷൻ വേർഡ്സ് ഉണ്ടായിരിക്കും, രണ്ടാമത് ശബ്ദാർത്ഥം ഉണ്ടായിരിക്കും, മൂന്നാമതായിട്ട് അംഗ്രേജി ശബ്ദം ഉണ്ടാവും, നാലാമത് അഭ്യാസ് ശബ്ദമേ ഉത്തർലിഖോ. ഒരു ടിക്കറ്റ് വെച്ചോ. ഇതുവരെ ബുക്ക് തൊട്ടിട്ടില്ല എന്ന് എനിക്കറിയാം. ഇനിയിപ്പം ഈ ക്ലാസ് കഴിഞ്ഞിട്ടെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചോ. അപ്പോ ലിസൺ. ഫസ്റ്റ് മാലി കാ ക്യാ നാം ഥാ. മാലിയുടെ പേര് എന്താണ്? ഒന്നോ രണ്ടോ വാക്കിൽ ഉത്തരം എഴുതാനാണ് പറയുന്നത്. അപ്പൊ എന്താണ്? മാലി കാ നാം വീരാ ഥാ.
അപ്പൊ നിങ്ങൾ അവിടെ വീരാന്ന് മാത്രം എഴുതിയാൽ മതി. ഇപ്പൊ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എത്തിയുള്ളൂ. ഇത് കുറച്ച് ബാക്കോട്ട് പഠിച്ചതിന് ബാക്കോട്ട് എന്നല്ല, കുറച്ചും കൂടെ അങ്ങോട്ട് പഠിച്ചു വരുമ്പോഴേക്കും നമുക്ക് 1 വേർഡിൽ പറഞ്ഞാല് 1 or 2 വേർഡിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പഠിക്കാം. ഇപ്പൊ നിങ്ങൾ വീരാന്ന് മാത്രം എഴുതിയാൽ മതി അവിടെ. രണ്ടാമത്തത് ബഗീച്ച കൈസാ ഥാ, ബഗീച്ച ഹരാ ഭരാ ഔർ വിശാൽ ഥാ. അപ്പൊ അവിടെ ആൻസർ എന്താണ്? ഹരാ ഭരാ ഔർ വിശാൽ. നെക്സ്റ്റ് നീരാലി ക്യാ ഖാത്തി തീ, നീരാലി എന്താണ് കഴിച്ചിരുന്നത്? നീരാലി എന്തൊക്കെയാണ് കഴിച്ചിരുന്നത്? നീരാലി പപീത്ത, കക്കടി. ഓക്കെ, ആദ്യം. നെക്സ്റ്റ് പപീത്ത കൈസാ ഥാ, പപീത്ത എങ്ങനെയുള്ളതായിരുന്നു? പപീത്ത മീഠാ ഥാ, മധുരമുള്ളതായിരുന്നു. മീഠാ ഥാ അല്ലെങ്കിൽ മീഠാന്ന് എഴുതിയാലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഈ വർക്ക് ഞാൻ നോട്ട്ബുക്കിൽ എഴുതി തന്നതാണ് അല്ലെ. ഗ്രൂപ്പിൽ ഹോംവർക്ക് ആയിട്ട് എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നെക്സ്റ്റ് പീരീഡ് നിങ്ങൾക്ക് ഇതിന്റെ ഡിക്റ്റേഷൻ പിന്നെന്താണ് ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ആരും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് പീരീഡ് തന്നെ ഇട്ടത്. ഓക്കെ മിസ് പറഞ്ഞത് ഞാൻ വേറൊരു ദിവസത്തേക്ക് മാറ്റിയത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്നും കൂടെ റിവൈസ് ചെയ്യുകയാണ് ചെയ്തത്. ഓൾ സ്റ്റാൻഡ് അപ്പ്, ഓൾ സ്റ്റാൻഡ് അപ്പ്, ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, ലിസൺ ടു ദ മ്യൂസിക്, ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. ഒന്ന് ഉഷാറായിട്ട് ക്ലാപ്പ് ചെയ്തേ. ഇങ്ങനെ കൈ മുകളിലോട്ട് പിടിച്ചിട്ട് ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. ഒന്ന് ഉറക്കെ കൈ അടിച്ച് നോക്കട്ടെ. ഉണ്ടെന്ന് ഹ ഹ ഹ എന്ന് പറഞ്ഞേ. ഒന്ന് ചിരിച്ചേ, നിങ്ങള് ചിരിച്ചേ. ഹ ഹ ഹ ഹ എന്ന് പറഞ്ഞു ചിരിച്ച് നോക്കട്ടെ, ഒന്ന് ഉഷാറാവട്ടെ, എനർജി വരട്ടെ. ഓക്കെ, സ്റ്റോപ്പ്. ഒരു വലിയ എനർജി ഒന്നുമില്ല, ചായ കുടിക്കാത്തതിന്റെ ആയിരിക്കും മിക്കവാറും. സാരമില്ല. ഉറക്കച്ചടവാണോ? കീർത്തി, ഹൗ ആർ യു? ഓക്കെ, all sit down, stand up, sit down. Kirti, sit properly. Okay, listen. All of you listen here. All sit down. Pad, panch. Panch means 5. ഊക്കി മാത്ര. നമ്മളിപ്പോ ആ ഈ മൂന്ന് ലെറ്ററിന്റെയും മാത്ര പഠിച്ചു അല്ലെ. ഇനി മാറിപ്പോവോ? ആയുടെ ചിഹ്നം എങ്ങനെയാണ്? ഹിന്ദിയില് ആയുടെ മാത്ര എങ്ങനെയാണ്? റൈറ്റ് സൈഡിൽ ഒരു 1 വരയ്ക്കുന്നതാണ് അല്ലെ. ഈസി ആയിട്ട് പറഞ്ഞ 1 വരയ്ക്കുന്നതാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ചിഹ്നം തന്നെ പറയണം. ആ എഴുതിട്ട് അതിന്റെ റൈറ്റ് സൈഡില് ആക്കി മാത്രം കൊടുക്കുന്നത്. ഈയുടെ ചിഹ്നം എങ്ങനെയാണ്? വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ. എക്സാമ്പിള് കായാണെങ്കിൽ കായുടെ ലെഫ്റ്റ് സൈഡിലാണ് ഈയുടെ ചിഹ്നം കൊടുക്കുന്നത്. ഈ മാത്രം എവിടെയാണ്? കായാണ് ലെറ്റർ എങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിലാണ് ഈ കീ മാത്രം കൊടുക്കുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, നെക്സ്റ്റ് ഊക്കി മാത്ര. ഊക്കി മാത്ര എന്താണ്? ഊവിന്റെ ചിഹ്നം, സിംബൽ ഓഫ് ഊ. ലിസൺ, ഊ. ഊ സേ ഉപഹാർ. ഊ സേ ഉപഹാർ. ഉപഹാർ മീനിങ് ഗിഫ്റ്റ്, സമ്മാനം. നെക്സ്റ്റ് ഗ പ്ലസ് ഊ की മാത്ര പ്ലസ് ല പ്ലസ് ബ. കയ്യിൽ പെൻസിൽ ഉണ്ടെങ്കിൽ ആ പെൻസിൽ കൊണ്ട് തൊട്ട് വായിക്കുക. ഗ പ്ലസ് ഊ की മാത്ര പ്ലസ് ല പ്ലസ് ബ. അതാണ് ഗുലാബ്. ഗുലാബ് മീൻസ് റോസ്. നെക്സ്റ്റ് ജ പ്ലസ് ഊ की മാത്ര പ്ലസ് ര പ്ലസ് ബ. എന്താണ്? ഗുലാബ്. ഗുലാബ് മീൻസ് ജുരാബ്. ജുരാബ് മീൻസ്
socks. Next, ba plus u की मात्रा plus la plus ba plus u की मात्रा plus la. നമ്മൾ ലാന്ന് വായിക്കും അല്ലെ, ലാസ്റ്റ് ആ വേർഡ് വരുമ്പോ അത് ഇൽന്നായിട്ട് പ്രൊനൗൺസ് ചെയ്യും. എന്താ വായിക്കുന്നത്? ബുൾബുൾ. ബുൾബുൾ മീൻസ് നൈറ്റിംഗേൽ. നെക്സ്റ്റ്, ജാ പ്ലസ് മാ പ്ലസ് യു की मात्रा പ്ലസ് ന. ജാമുൻ. ജാമുൻ മീൻസ് blackberry. നിവേദ്യ വിനോദ്. Don't write now. Listen here. Okay. അപ്പൊ ഇവിടെയൊക്കെ റെഡ് കളറിൽ നിങ്ങൾക്ക് അവിടെ ഊവിന്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ നിങ്ങളത്? ഊവിന്റെ ചിഹ്നം റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ എഴുതിയിരിക്കുന്നത് നോക്കിയേ. ഊവിന്റെ ചിഹ്നം എല്ലാവരും ഒന്ന് ആ ഊക്കി മാത്രയുടെ മുകളിലൂടെ ഒന്ന് കൈ ഓടിച്ചേ. മുകളിലത്തെ വര വേണ്ട, താഴത്തെ ഊന്റെ ചിഹ്നം എങ്ങനെയാണ് അതിന്റെ മുകളിലൂടെ കൈ ഓടിച്ചു നോക്കിയേ. ഇപ്പൊ എവിടെയാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതാണ് പ്രശ്നം. നമുക്ക് എവിടെയാ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്ക് അറിയുന്നില്ല. എവിടെയാ സ്റ്റാർട്ട് ചെയ്യുക? ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്തിനാ? എവിടെയാ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഇവിടുന്നാ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ആരോ മാർക്കിന്റെ അടുത്തോട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടുന്നാ തുടങ്ങുന്നത്? ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ. കണ്ടോ? എവിടുന്നാണ്? ഈ വളഞ്ഞിട്ടുള്ള ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പം ലെറ്ററിന്റെ, അതായത് നമ്മുടെ ഹിന്ദി വർണ്ണ, അതായത് ഹിന്ദി അക്ഷരങ്ങളുടെ ഗായാണ് ഗുലാബ് എന്ന് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഊവിന്റെ ചിഹ്നം ചേർക്കുക? ഗായുടെ നീച്ചെ. നീച്ചെ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെ, അണ്ടർ. വ്യഞ്ജനാക്ഷരങ്ങളുടെ താഴെയാണ് കൊടുക്കുന്നത്. പക്ഷെ വ്യഞ്ജനാക്ഷരങ്ങളില് ര എന്ന ലെറ്റർ വരുമ്പോ നമ്മള് ചിഹ്നം അതിന്റെ നടുക്കൂടിയാണ് ഊവിന്റെ ചിഹ്നം കൊടുക്കുന്നത്. അപ്പൊ അത് നമുക്ക് പിന്നെ പഠിക്കാം. അത് കുറെ വ്യാകരണമൊക്കെയാ വരുന്നത് അവിടെ. അതൊന്ന് ശ്രദ്ധിക്കണ്ട. ഇപ്പൊ നിങ്ങള് അക്ഷരങ്ങളുടെ എവിടെയാണ് ചിഹ്നം ചേർക്കുന്ന ഊവിന്റെ ചിഹ്നം? അക്ഷരങ്ങളുടെ നീച്ചെ. എവിടെയാണ്? അടിയിൽ. ഗ എന്ന ലെറ്ററിന്റെ താഴെയാണ് നമ്മൾ ഊവിന്റെ ചിഹ്നം കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പൊ കണ്ടോ? ഗുലാബ് എന്ന് എഴുതിയപ്പോ നമ്മൾ എവിടെയാണ് ഊവിന്റെ ചിഹ്നം കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഗ എന്ന ലെറ്ററിന്റെ താഴെ. അപ്പൊ അത് എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മൾ ഊവിന്റെ ചിഹ്നം ലാസ്റ്റ് വരുന്നത് അല്ലെ. അപ്പൊ എഴുതി വരുമ്പം എവിടെ തുടങ്ങണം എന്ന് അവിടെ ആരോ മാർക്ക് ഇട്ട് കാണിക്കുന്നുണ്ട്. ആ വളഞ്ഞെടുത്തുനിന്ന് റൈറ്റിൽ തുടങ്ങിയിട്ട് ലെഫ്റ്റിലോട്ടാണ് വരുന്നത്. ആരോ മാർക്ക് അവസാനിക്കുന്നിടത്താണ് നമ്മൾ എഴുതി അവസാനിപ്പിക്കുന്നത്. ഓക്കെ. ഇനി ഇതിൽ കൂടുതൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ല. ഓക്കെ. ഏതൊക്കെയാ വേർഡ് ശ്രദ്ധിക്കുക. ഊസെ ഉപഹാർ, ഗുലാബ്, ജുരാബ്, ബുൾബുൾ, ജാമുൻ. നെക്സ്റ്റ്, പഠിക്കർ സീക്കോ. എന്താണ്? റീഡ് ആൻഡ് ലേൺ. വായിച്ച് മനസ്സിലാക്കാനാ പറയുന്നത്. നന്നായിട്ട് വായിക്കണം വാക്കുകള്. ശ്രദ്ധിക്കാം. സുൻ, സാബുൻ, പൂജാരി. പൂജാരി എന്നാ പറയുന്നത്. പൂജാരി, സുൻ, ദുനിയ, ചുപ്ചാപ്പ്, ഖുശ്. എവിടെയാ വാക്കുകള്? എവിടെ നിങ്ങളുടെ മുതലി? ഖുശ്, കുർസി, മുർച്ചാന, ചുപ്പ്, ധനുഷ്, മുർഗി. വായിക്കാൻ കിട്ടുവോ? ഓക്കെ. ഒന്നുകൂടെ ലിസൺ. ഫസ്റ്റ് സുൻ. സുൻ മീൻസ് ലിസൺ. സാബുൻ, സോപ്പ്. പൂജാരി, പ്രീസ്റ്റ്. ആരാ പൂജാരി എന്ന് പറഞ്ഞാല്? നമ്മള് ഹിന്ദുസിന്റെ അമ്പലങ്ങളിലൊക്കെ പൂജ ചെയ്യുന്ന ആള്. അതാണ് പൂജാരി എന്ന് അവരെയാ പറയാ. പൂജാരി. സുൻ, ക്യൂൾ. ആണ് ഈണം. ധ്വനി എന്നൊക്കെ പറഞ്ഞത് അതാണ്. ദുനിയ, വേൾഡ്.
രോഗം. ചുപ്പ് ചാപ്പ്, സൈലന്റ്ലി. നമ്മള് സൈലന്റ് പ്ലീസ് എന്ന് പറയുന്നില്ലേ? സൈലൻസ് എന്ന് പറയുന്നത് എന്താണ് ഇംഗ്ലീഷില്? നമ്മള് മിണ്ടാതിരിക്കാനാ പറയുന്നത് അല്ലെ? നിശബ്ദതയ്ക്കാ പറയുന്നത്. ഇപ്പം ഹിന്ദിയിൽ നമ്മൾ ചുപ്പ് രഹോ എന്ന് പറയുന്നതാണ് മിണ്ടാതിരിക്കുക. ചുപ്പ് ചാപ്പ് എന്ന് പറഞ്ഞാല് സൈലന്റ്ലി, നിശബ്ദമായിട്ടിരിക്കുക. ഖുഷ്, ഹാപ്പി. കുർസി, ചെയർ. മുർജാന, വിതർ. അതിന്റെ മീനിങ് ഒന്ന് മിസ് പറഞ്ഞുതരാം. ചുപ്പ്, ക്വയറ്റ്. ധനുഷ്, ബോ. മുർഗി, ഹെൻ. അവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മിസ്സിന് ഇവിടെ വന്നിട്ടുണ്ട്. മിസ് അത് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ, കറക്റ്റ് ആയിട്ട്. നെക്സ്റ്റ് നോക്കിയേ, നിക്കോ. താഴത്തത് എന്താണ്? ആ ഡോട്ട് ഇട്ടതിന്റെ മുകളിൽ നിങ്ങൾ പെൻസിൽ കൊണ്ട് എഴുതുന്നത് ഹോംവർക്ക് ആയിട്ട് അവിടെ HW എഴുതുക. കു എന്ന ലെറ്റർ കൊണ്ട്, കു എന്ന വർണ്ണ കൊണ്ട് താഴെ ശബ്ദ എഴുതിയിട്ടുണ്ട്. എന്താണ്? കുച്ച്. കുച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച്. ഖു, ഖുഷി. ഖുഷി മീൻസ് ഹാപ്പി. ചു, സുഹിയ. സുഹിയ എന്ന് പറഞ്ഞ എന്താണ്? സുഹിയ, റാറ്റ്, മൗസില്, അതാണ്. സു, സുമൻ. സുമൻ എന്ന് പറഞ്ഞ ഫ്ലവർ. ഡോണ്ട് റൈറ്റ് നൗ. This is homework. Next പേജിൽ നോക്കിയേ. പേജ് നമ്പർ 25. കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് അല്ലെ? ഒരു ഫ്ലൂട്ടിന്റെ ഒരു ഈണത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൂട്ട് വായിക്കാൻ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ക്ലാസ്സില്? ഫ്ലൂട്ട് വായിക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഓടക്കുഴൽ. ആരുമില്ല? ചൂളം അടിക്കാൻ അറിയോ നിങ്ങൾക്ക്? റിച്ചാർഡിന് അറിയും എന്നാ പറഞ്ഞ. ഓക്കെ, ചൂളം അടിക്കാൻ അറിയോ? അറിയാന്നാ പറയുന്നത്. ആദിത്യ അനൂപ് ഒന്ന് ചൂളം അടിച്ച് കാണിച്ച്. ആദിത്യ അനൂപ്, അയാൻ വിജേഷ് രണ്ടുപേരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. അതായത് ചെവി അടിച്ചു പിടിച്ചോ, അപ്പൊ കേൾക്കില്ലല്ലോ അല്ലെ? വേണ്ട. ആദിത്യ, അയാൻ ഒന്ന് ചൂളം അടിച്ച് കേൾപ്പിച്ചേ. ചൂളം അടിച്ച് കേൾപ്പിച്ചേ. അയാനാണ്. ആദിത്യ കേട്ടില്ല? എങ്ങനെയാ ചൂളം അടിക്കുന്നത്? ഇപ്പൊ വരുന്നില്ല അല്ലെ? ആദ്യത്തിന് വരുന്നില്ല ചൂളം അടിക്കാൻ? ഇല്ല. ഇതാണ് അനീസ കെ എം നാസർ. ആരാണ് അനീസ? പ്ലീസ് അൺമ്യൂട്ട്. അനീസ മോളുടെ പേരല്ല അത് അല്ലെ? ഫാത്തിമ കെ എം ആണോ? ഫാത്തിമ കെ എം ആണോ? എനിക്ക് മദ്രസ ക്ലാസ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. മോളുടെ പേരെന്താണ്? യൂട്യൂബിൽ കാണാം. ഓക്കെ ഓക്കെ. മോളുടെ പേര് പറഞ്ഞില്ല. വാട്ട് ഈസ് യുവർ നെയിം? ഫാത്തിമ കെ എം. ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ ഗോ. അപ്പം ചൂളം അടിക്കുന്നത് എങ്ങനെയാന്ന് ഏകദേശം മനസ്സിലായില്ലേ? ആ യങ്ജേഷ് കേൾപ്പിച്ചു. അപ്പൊ ഓടക്കുഴല്, ഫ്ലൂട്ട് വായിക്കാൻ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? റിച്ചാർഡ് ഉണ്ടെന്നാ പറഞ്ഞേ. റിച്ചാർഡ്, ഫ്ലൂട്ട് ഇപ്പൊ അടുത്തുണ്ടോ? എടുത്തു എടുക്ക്. ഇപ്പൊ റിച്ചാർഡ് ഫ്ലൂട്ട് വായിക്കാൻ നമുക്കൊന്ന് ആസ്വദിക്കാം അല്ലേ? പ്ലീസ് വെയിറ്റ് എന്നാ പറഞ്ഞു റിച്ചാർഡ്. പറയുന്ന സമയത്ത് അത് കിട്ടണ്ടേ? ഓക്കെ, റിച്ചാർഡ് പ്ലീസ് ആണ്. ഓക്കെ, ലിസൺ. എന്ത് വായിക്കാനാ? റിച്ചാർഡ് എന്തെങ്കിലും ഫ്ലൂട്ടിൽ എന്തെങ്കിലും വായിക്കൂ അല്ലേ? വരുന്നുണ്ട്. പെട്ടെന്ന് പറയുമ്പോ ഫ്ലൂട്ടിലൊന്നും വരുന്നില്ല. ഓക്കെ, എന്തെങ്കിലും മോനെ ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ടെങ്കിൽ ആ പാട്ട് ഫ്ലൂട്ടിൽ വായിക്കും.
അങ്ങനെ ചിരി വരുന്നു. എന്താ ചിരി വരുന്നു. എന്താ ആ, ഓ വേഗം, വേഗം. ഓക്കെ റിച്ചാർഡ് കൊടുക്കാൻ. വെരി ഗുഡ്. ഇപ്പൊ ഫ്ലൂട്ടിന്റെ സൗണ്ട് എങ്ങനെയാ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ലേ? റിച്ചാർഡിനോട് പെട്ടെന്ന് പറയുമ്പോ അവന് പാട്ടൊന്നും ഓർമ്മയില്ല. ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ ഫ്ലൂട്ട് വായിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാല് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ? എന്നാലും നന്നായിട്ടുണ്ട് റിച്ചാർഡ്. വെരി ഗുഡ്. ഗീവ് ക്ലാപ്പ്. ഓക്കെ. ഇപ്പൊ നമുക്ക് ഫ്ലൂട്ടിന്റെ ഒരു കഥയാണ് ഇവിടെ, കഥയല്ല, ഒരു റൈംസ് പോലെ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു കവിത. ഒന്ന് ശ്രദ്ധിച്ചേ. മുരളി ഈ ധുൻ. മുരളി എന്ന് പറഞ്ഞ എന്താണ്? ഫ്ലൂട്ട്. ഇത് ട്യൂണോ ഫ്ലൂട്ട്, ഫ്ലൂട്ടിന്റെ സ്വരം ക്യൂ. മാധവ് की मुरली की धुन मीठी लगती सुन सुन सुन. माधव जब भी मुरली बजाता सुनकर बहुत मजा आता. मुरली की मीठी धुन सुनकर मिट जाती सारी थकान. मुरली की मीठी तान सुनकर मिल जाता आराम. പറഞ്ഞുതരാം മിസ്. മാധവ് की मुरली की धुन, മാധവ് की मुरली की धुन. ഇവിടെ രണ്ട് പിക്ചർ കാണുന്നുണ്ട്. ആരൊക്കെയാണ്? ഒരാൾ ഫ്ലൂട്ട് വായിക്കുന്നുണ്ട്, ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് അല്ലെ? രണ്ട് കുട്ടികളാണ് അവിടെ. ആ ഫ്ലൂട്ട് വായിക്കുന്ന കുട്ടിയുടെ പേരാണ് മാധവ്. മാധവിന്റെ മുരളിയുടെ, അതായത് ഓടക്കുഴൽ വായിക്കുന്നതിന്റെ സ്വരം മീठी लगती सुन सुन सुन. ആ മാധവിന്റെ ആ ഓടക്കുഴൽ, മധുരമായിട്ട് ഓടക്കുഴൽ വായിക്കുന്ന ആ മധുരമായ ശബ്ദം കേൾക്കൂന്നാ പറയുന്നേ. കേൾക്കുവിൻ. ഇപ്പൊ ശബ്ദം കേട്ടില്ലേ ഓടക്കുഴലിന്റെ? അതാണ്. മാധവ് ജബ് ഭി മുരളി ബജാത്ത സുൻകർ ബഹുത്ത് മസാ ആത്താ. മാധവ് എപ്പോഴും മുരളി വായിക്കുമ്പോഴും നമ്മൾക്ക് ഭയങ്കരമായിട്ട് ആനന്ദം, സന്തോഷം വരും. മുരളി ഫ്ലൂട്ട് വായിക്കുന്ന കേൾക്കുമ്പോ ഭയങ്കര ആനന്ദമാണെന്നാ പറഞ്ഞത്. നമ്മൾ കേട്ടിട്ട് വാട്സപ്പിലൊക്കെ കണ്ടില്ലേ, നല്ല ഓടക്കുഴൽ വായിക്കുന്ന നല്ല പാട്ട്. ആ പാട്ട് ഓടക്കുഴലിൽ മാത്രം വായിക്കുന്നത് കേൾക്കാൻ നല്ല രസമല്ലേ? നിങ്ങളിങ്ങനെ ലയിച്ച് ചേർന്ന് ഇരുന്ന് പോകരുത്, കേട്ടു നോക്കണം കേട്ടോ. മുരളി की मीठी धुन सुनकर मिट जाती सारी थकान. എന്താണ്? മുരളിയുടെ ആ മധുരമായ ആ സ്വരം കേട്ടിട്ട് നമ്മുടെ എന്താണ്, നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് നമ്മളൊരു പാട്ടൊക്കെ കേൾക്കുന്നത്. നല്ല ഈണത്തിലുള്ള ആ ഓടക്കുഴലിന്റെ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ക്ഷീണമൊക്കെ പമ്പ കടന്നു എന്നാ പറഞ്ഞത്. എന്നാ ക്ഷീണമൊക്കെ പോയി, അപ്രത്യക്ഷമായി എന്നാ പറഞ്ഞത്. മുരളി की मीठी सी तान सुनकर मिल जाता आराम. അതുപോലെ ആ മുരളിയുടെ മധുരമായ ആ സംഗീതം, എന്താണ് അതിന്റെ സ്വരം കേട്ടിട്ട് ആരാം. ആരാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാർഡൻ, പൂന്തോട്ടം ഇല്ലേ? പൂന്തോട്ടത്തിലെ പൂക്കളെല്ലാം, അല്ലെ പൂന്തോട്ടം മൊത്തം എന്താണ്? ഉണർന്നു എന്നാ പറയുന്നത് ആ പാട്ട് കേട്ടിട്ട്. മുരളിയുടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൂട്ടാണ്. ഫ്ലൂട്ട് വായിക്കുന്നതിന്റെ ആ മധുരമായ സംഗീതം കേട്ടിട്ട് നമ്മുടെ പൂന്തോട്ടം ഒക്കെ ഉണർന്നു വന്നു എന്നാ പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട് അല്ലെ? ഫ്ലൂട്ട് വായിക്കുന്ന ആ ഒരു ഇത്. നിങ്ങളൊന്ന് ഫ്ലൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അതൊക്കെ പൊടിയൊക്കെ തുടച്ച് കളഞ്ഞിട്ട് ഒന്ന് വായിച്ചു നോക്കും.
ചൂളം അടിക്കാൻ അറിയുന്നവർക്ക് ഈസി ആയിട്ട് ഫ്ലൂട്ട് വായിക്കാൻ പറ്റും. നീ ഇന്ന് തന്നെ വീട്ടില് ബഹളം ഉണ്ടാക്കണം, എനിക്ക് ഇന്ന് തന്നെ ഫ്ലൂട്ട് വേണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ചെയ്യോ? വേണ്ട. പപ്പയും മമ്മിയും കൂടെ മിസ്സിനെ വഴക്ക് പറയും, വൈകുന്നേരം ഫോൺ വിളിച്ചിട്ട് മിസ്സിന് വേണ്ടാത്ത പണിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ഉണ്ടെങ്കിലാ പറഞ്ഞ കേട്ടോ. ഇല്ലാത്ത സാധനം ഇനിയിപ്പം കോവിഡ് കാലത്ത് തപ്പിപ്പോകൊന്നും വേണ്ട. അപ്പൊ കേട്ടില്ലേ റിച്ചാർഡ് ഫ്ലൂട്ട് വായിക്കുന്ന സൗണ്ട് കേട്ടില്ലേ? ഇത്രേ ഉള്ളൂ. നന്നായിട്ട് വായിക്കാൻ അറിയുന്നവരാണെങ്കിൽ നല്ല രസമാണ് കേട്ടിരിക്കാൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സില്. അപ്പം അടുത്ത പീരീഡ് നിങ്ങൾക്ക് എന്താണ്? ഇക്വേഷൻ ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനുണ്ടാവും. ഒന്നും കൂടി അവിടെ ടിക്കറ്റ് വെച്ചോ. ലാസ്റ്റ് കയറിയവര് പേജ് നമ്പർ 22 ശബ്ദാർത്ഥ്, പേജ് നമ്പർ 23 अंग्रेजी शब्द. ഏതാണ്? അഭ്യാസ് 5, അഭ്യാസ് 6 एक या दो शब्दों में उत्तर लिखो. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ളത്. ആ 3 കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് പീരീഡ് എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. ദേവാങ്ക് കെ, എന്താണ് പ്രശ്നം? പ്ലീസ് അൺമ്യൂട്ട്. ടെക്സ്റ്റ് ബുക്കില്ലെങ്കിൽ കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഹോംവർക്ക് തന്നതാണ് ക്ലാസ് ഗ്രൂപ്പിൽ. ദേവാങ്ക് ഹോംവർക്ക് ചെയ്തിരുന്നോ കഴിഞ്ഞ ദിവസം? പിന്നെന്താണ് വിഷമം? ജോയിനും ജോബിനും ഹോംവർക്ക് എഴുതിയെടുത്തതല്ലേ? ദേവാങ്ക്, ജോയൽ, ജോബിൻ ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഹോംവർക്ക് അല്ലേ? ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് വേറെ ആരെങ്കിലും ഉണ്ടോ? റയാന് ടെക്സ്റ്റ് ബുക്ക് ഇല്ല ഉണ്ടോ? പിന്നെന്താണ്? അൺമ്യൂട്ട് ചെയ്തേ. 23-ാമത്തെ പേജില് 5-ാമത്തെ ഒന്നും കൂടി പറഞ്ഞുതരാം. എഴുതിയില്ലേ? अंग्रेजी शब्द अല്ലേ? पानी, वाटर, पपीता, पपाया, मीठा, സ്വീറ്റ്, ദാദി. ഗ്രാൻഡ് ഫാദർ എഴുതിയാലും അല്ല, ഗ്രാൻഡ് മദർ എഴുതിയാലും കുഴപ്പമില്ല, ഫാദേഴ്സ് മദർ എഴുതിയാലും കുഴപ്പമില്ല. കറക്റ്റ് ആൻസർ ഫാദേഴ്സ് മദർ ആണ്. ദാദി എന്ന് പറഞ്ഞാൽ ശരിക്കും ഗ്രാൻഡ് മദർ. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ആയോ റയാൻ? ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ 3 പേർക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ ആരൊക്കെയാണ്? ജോയൽ, ജോബിൻ, പിന്നെ ആരാ പറഞ്ഞപ്പോ ദേവാങ്ക്. ടെക്സ്റ്റ് ബുക്കില് ഏത് വർക്കാണോ മിസ് ഹോംവർക്കായിട്ട് തരുന്നത് അത് എഴുതിയെടുക്കണം നിങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിന്റെ ഏതെങ്കിലും ഭാഗം വേണമെങ്കിൽ നിങ്ങൾ മിസ്സിന് മെസ്സേജ് അയക്കാൻ, മിസ് ഫോട്ടോ എടുത്തിട്ട് തരാം. ഓക്കെ, ദേവാങ്ക് കേൾക്കുന്നുണ്ടോ? നമ്മുടെ ടൈം തീർന്നു. See you next period. അപ്പൊ എല്ലാവരും പ്രസന്റ് ചെയ്തില്ലേ ഇവിടെ? ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പീരീഡ് ടെക്സ്റ്റ് ബുക്ക് റീഡിംഗ് ഉണ്ടാവും, ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും, ഡിക്റ്റേഷൻ ഉണ്ടാവും. എല്ലാ കുട്ടികളും തന്നെ ക്ലാസ്സിൽ ഹാജരായിട്ടുണ്ടാവണം. ഓക്കെ ഓക്കെ, ബൈ, see you.